നമസ്തേ. സൂര്യ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? എന്നാൽ ചന്ദ്ര നമസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും മെജോറിറ്റി ആളുകൾ ചന്ദ്ര നമസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ചന്ദ്ര നമസ്കാരം പറഞ്ഞൊരു നമസ്കാരം കൂടിയുണ്ട്, സൂര്യ നമസ്കാരം കൂടാതെ. ഓക്കെ, അപ്പോ ഈ ചന്ദ്ര നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നമസ്കാരത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നമസ്കാരമാണ്. സൂര്യ നമസ്കാരം 12 സ്റ്റെപ്സുകളാണ് അടങ്ങുന്നത് എങ്കിൽ ചന്ദ്ര നമസ്കാരത്തിൽ അതിൽ ഏറെ സ്റ്റെപ്സുകൾ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സീക്വൻസ് ആണ് ചന്ദ്ര നമസ്കാരം, സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരം. അപ്പൊ ചന്ദ്ര നമസ്കാരത്തിൽ സൂര്യ നമസ്കാരത്തിനേക്കാളും കൂടുതൽ സ്റ്റെപ്സുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ്സ് സൂര്യ നമസ്കാരത്തെക്കാൾ കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. സൂര്യ നമസ്കാരത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. ശരിക്കും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, സ്റ്റെപ്സ് കണക്ട് ആയിട്ട് വരുന്നില്ല. 1-2 സ്റ്റെപ്സ് മാത്രമേ നമുക്ക് ചന്ദ്ര നമസ്കാരത്തില് സൂര്യ നമസ്കാരത്തില് കണക്ട് ചെയ്തിട്ട് വരുന്നതുള്ളൂ. അപ്പോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മാറ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് നിൽക്കാം. ഇവിടെ നിന്നും ആദ്യം പ്രണാമാസൻ, കൈകൾ സൈഡിലൂടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് തൊഴുത് ചെസ്റ്റിന് ഫ്രണ്ടിലായി പിടിക്കുന്നു. അടുത്തത് താടാസൻ, കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുന്നു. ഇനി തിരിയേക് താടാസൻ, റൈറ്റ് മാക്സിമം റൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് കൊടുക്കുന്നു, സെന്ററിലേക്ക് വരുന്നു. വീണ്ടും തിരിയേക് താടാസൻ, ലെഫ്റ്റ് സെന്ററിലേക്ക് വരുന്നു. ഗോഡസ് പോസ് ലെഫ്റ്റ് സൈഡ്, ട്രയാങ്കിൾ പോസ് ലെഫ്റ്റ് സൈഡ്, പാർശ്വോത്താനാസൻ, അശ്വസഞ്ചലനാസൻ, അർദ്ധചന്ദ്രാസൻ, സ്കന്ദാസൻ. സ്കന്ദാസൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ കാല് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് റൈറ്റ് സൈഡില് കാല് ടോസ് മുകളിലേക്ക് പോയിന്റ് ചെയ്ത് കൈകൾ ചെസ്റ്റിനെ ഫ്രണ്ടിലേക്കായി കൊണ്ടുവന്ന് ഇങ്ങനെ നേരെ നിവർന്നിരുന്ന് നേരെ നോക്കുന്നതാണ് സ്കന്ദാസൻ. ഇനി ഇവിടെ നിന്നും എഴുന്നേറ്റ് മാലാസൻ. മാലാസൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയി തന്നെ ഇരുന്ന് നേരെ നോക്കണം. പിന്നെ സ്കന്ദാസൻ ഓപ്പോസിറ്റ് സൈഡ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്കന്ദാസൻ ചെയ്യുന്നു. ഇനി അശ്വസഞ്ചലനാസൻ, അർദ്ധചന്ദ്രാസൻ, പാർശ്വോത്താനാസൻ, ത്രികോണാസൻ, ഗോഡസ് പോസ്, ലെഫ്റ്റ് സൈഡ് താടാസൻ, തിരിയേക് താടാസൻ, റൈറ്റ് സെന്റർ, ലെഫ്റ്റ് സെന്റർ, പ്രണാമാസൻ. ഇത് ഒരു സൈഡാണ്. സെയിം സാധനം നമ്മൾ റൈറ്റ് സൈഡിലേക്കും കൂടി ചെയ്യുമ്പോഴാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് സൂര്യ നമസ്കാരത്തിൽ നിന്നും നല്ല ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറെ സ്റ്റെപ്സ് എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സീക്വൻസ് കുറച്ചുകൂടി വലുതും കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഇനി നമുക്ക് ആ സൈഡിലേക്കും കൂടി പോയി ചെയ്യാം. ഇപ്പൊ നമ്മൾ പ്രണാമാസനിൽ നിൽക്കുന്നു. വീണ്ടും താടാസൻ, തിരിയേക് താടാസൻ, റൈറ്റ് സെന്റർ, ലെഫ്റ്റ് സെന്റർ, ഗോഡസ് പോസ് ലെഫ്റ്റ് സൈഡ്, ട്രയാങ്കിൾ പോസ് ലെഫ്റ്റ് സൈഡ്, പാർശ്വോത്താനാസൻ, അശ്വസഞ്ചലനാസൻ, അർദ്ധചന്ദ്രാസൻ, സ്കന്ദാസൻ, മാലാസൻ, സ്കന്ദാസൻ ഓപ്പോസിറ്റ് സൈഡ്, അശ്വസഞ്ചലനാസൻ, അർദ്ധചന്ദ്രാസൻ, പാർശ്വോത്താനാസൻ, ത്രികോണാസൻ, ഗോഡസ് പോസ്, right side Tadasan, Triyak Tadasan right, center, left,
സെന്റർ പ്രണാമാസൻ സമസ്തുതി. അപ്പോ ഇതാണ് 1 റൗണ്ട് ഓഫ് സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരം. ഇത് നമുക്ക് എത്ര റൗണ്ട്സ് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു റൗണ്ട് ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ ഫുൾ ബെനിഫിറ്റ്സും കിട്ടും എന്നുള്ളതാണ്. ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ റൗണ്ട് ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട്, ഓർഗൻസ് ഒക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. വൈകുന്നേരം മാത്രം ചെയ്തോളണം എന്നില്ല. നമുക്ക് ചന്ദ്ര നമസ്കാരം രാവിലെയും ചെയ്യാം. സൂര്യ നമസ്കാരം നമ്മൾ വൈകുന്നേരവും രാവിലെയും ചെയ്യുന്നത് പോലെ ചന്ദ്ര നമസ്കാരവും നമുക്ക് രാവിലെയും വൈകുന്നേരവും ചെയ്യാം. നോർമൽ ചന്ദ്ര നമസ്കാരവും ഉണ്ട്, സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരവും ഉണ്ട്. നോർമൽ ചന്ദ്ര നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യ നമസ്കാരത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ പോസ്ചർ അർദ്ധ ചന്ദ്രാസൻ കൊണ്ടുവരുന്നു. അതാണ് നോർമൽ ചന്ദ്ര നമസ്കാരം. പക്ഷെ സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരം ഇപ്പൊ നമ്മൾ കണ്ടു, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് ചെയ്യുന്നതാണ്. നോർമലായിട്ട് നമ്മൾ ചന്ദ്ര നമസ്കാരം ചെയ്യുന്ന സമയത്ത് സൂര്യ നമസ്കാരത്തെ പോലെ ബാറ്റിന്റെ ഫ്രണ്ടിലേക്ക് നിന്നിട്ട് ബാക്ക്വേർഡ് ഫോർവേഡ് ബെൻഡിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരത്തിൽ സൈഡ് ബെൻഡിങ് ഉണ്ട്, ഫോർവേഡ് ബെൻഡിങ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഒരു വലിയ സീക്വൻസ് തന്നെയാണ് സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരം. എല്ലാവർക്കും സൈഡ് ടു സൈഡ് ചന്ദ്ര നമസ്കാരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമസ്തേ.